إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ കാരുണ്യം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്താണ്, അഥവാ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവിനെ സംബന്ധിച്ചും അവൻക്ക് മാത്രം അറിയുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആദ്യത്തിലും അവസാനത്തിലുമൊക്കെയായി 5 കാര്യങ്ങൾ അറിയിക്കുകയാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സവിധത്തിലാണ്, അവൻ്റെ അറിവിൻ്റെ പരിധിയിലാണ് അന്ത്യനാളി എപ്പോഴാണ് സംഭവിക്കുക എന്നത്. വയുനസ്സിലുൽ ഗൈസ, മഴ വർഷിക്കുന്നതും, വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിലുള്ളതിനെക്കുറിച്ചും. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, അതിൻ്റെ തൊട്ടു മുമ്പ് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഓരോ നഫ്സും, ഓരോ ആത്മാവും, ഓരോരുത്തരും നാളെ എന്താണ് പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് ഓരോരുത്തരും മരണം വരിക്കുക എന്നും അറിയാൻ സാധ്യമല്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അറിയുന്നവനും കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനുമാകുന്നു. നമ്മുടെയൊക്കെ വേർപാട്, മനുഷ്യൻ മരിച്ചു പിരിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവസാനത്തെ 5-ാമത്തെ കാര്യം അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കണം. മരിക്കാതിരിക്കണമെങ്കിൽ പിന്നെ ജനിക്കാതിരിക്കുകയോ നിർവാഹമുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിൻ്റെ രുചി അറിയുന്നതാണ്. ദാഖ എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നാണ്. മരണത്തിന് അതിൻ്റേതായ രുചി ഭേദങ്ങളുണ്ട്. വിശ്വാസികളുടെ മരണവും നിഷേധികളുടെ മരണവും ഒരേ രൂപത്തിലാകൂല. സൽക്കർമ്മകാരികളും ദുഷ്കർമ്മകാരികളും മരണം വരിക്കുന്നത് പ്രത്യക്ഷമായി നമുക്ക് എങ്ങനെയൊക്കെ തോന്നിയാലും അതിൻ്റെ അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അദൃശ്യമായ മലായിക്കത്തുകളുടെ ഇടപെടലുകളിലൂടെ മരണം വരിക്കുന്നത് മറ്റൊരു അനുഭവമാണ് എന്നാണ്. അതുകൊണ്ട് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിച്ചറിയുക തന്നെ ചെയ്യും. മരണം തടയാനുള്ള ഒരു ഔഷധവും ഈ ഭൂമി ലോകത്തില്ല, ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല. ഏത് പ്രായത്തിലായിരുന്നാലും ഏത് പദവിയിലായിരുന്നാലും കുഞ്ഞു മരിക്കും, വൃദ്ധരായിട്ടുള്ള ആളുകൾ മരിക്കും, യുവാക്കൾ മരിക്കും. കാരണങ്ങൾ പലതും പറയും. നമ്മൾ മരണത്തിന് കുഴഞ്ഞു വീണ് മരിച്ചു, അപകടം സംഭവിച്ചു മരിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ശുദ്ധ ഖുർആൻ 63-ാം അധ്യായം സൂറത്തുൽ മുനാഫിഖൂനിൽ അവസാനത്തെ ആയത്തിൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ സമയം ഫിക്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, മരണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും വിഘാതം വരുത്താതെ മലക്കുകൾ റൂഹിനെ പിടിച്ചെടുക്കുമെന്നാണ്. അതിൻ്റെ ഡേറ്റ് എത്തിയാൽ, കാരണം പല രൂപത്തിലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും മരിച്ചു പിരിയാനുള്ള ശരീരമാകുന്ന യാത്രക്കാരനിൽ നിന്ന്, ശരീരമാകുന്ന വാഹനത്തിൽ നിന്ന് ആത്മാവാകുന്ന യാത്രക്കാരൻ ആലമുൽ അർവാഹിലേക്ക്, ആത്മാക്കളുടെ ലോകത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അത് വേർപെട്ടു പോകുകയാണ് മരണത്തിലൂടെ എന്ന് മനസ്സിലാക്കലാണ് നമുക്ക് നിർവാഹമായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് യഥാവിധി എല്ലായ്പ്പോഴും നിർദ്ദേശ ഉപദേശ സാരോപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. കാരണം മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതം അവസാനിക്കുകയാണ്. അപ്പോൾ ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുതേ എന്നാണ്. ഈ അടുത്ത പോയ വാരങ്ങളിൽ ദിനങ്ങളിലൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള മരണം, പല വിധത്തിലുള്ള മരണമൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രയാസപ്പെടുത്തുന്ന സങ്കടകരമായ മരണം, ആക്സിഡന്റുകൾ, അപകടങ്ങൾ. 4 കുട്ടികൾ മരിച്ചു പിരിഞ്ഞത്, 5 ആളുകൾ മരിച്ചു പിരിഞ്ഞത്. അതിനു മുമ്പേ മദീനയിൽ തന്നെ 40-ലധികം ആളുകൾ, ഹൈദരാബാദ് സ്വദേശികൾ ഉംറക്ക് വന്ന് ടാങ്കറുമായി ഇടിച്ച് മരിച്ച്. ഇങ്ങനെ മരണം പത്രമെടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകൾ, അവരാരും വിചാരിച്ചിട്ടില്ല ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മരിക്കാനുള്ളതാണ് എന്ന് ഒരിക്കലും അവർ ധരിച്ചിട്ടുണ്ടാകില്ല. മരണം അങ്ങനെയാണ്, ആകസ്മികമായിട്ടാണ് കടന്നു വരല്. എനിറ്റൈം, ഏത് സമയത്തും അത് നമ്മളിലേക്കെത്താം. നമ്മളങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധമാണ് ഓരോ മരണവും, ഓരോ റിപ്പോർട്ടുകളും വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലെങ്കിലും വിശ്വാസം ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട്. പ്രവാചകന്റെ ഉപദേശത്തിന്റെ മുന്നോടിയായുള്ള ചില നടപടിക്രമങ്ങൾ പോലും നൽകാൻ പോകുന്ന ഉപദേശത്തിന്റെ ഗൗരവം അറിയിക്കുന്നു എന്നാണ് ഹദീസ് നിദാന ശാസ്ത്രം, അതിന്റെ വിശകലനം. കാരണം അതുകൊണ്ടാണ് അത്രമേൽ അറ്റാച്ച്മെന്റോടുകൂടി അതീവ ഗൗരവതരമായ കാര്യങ്ങൾ പ്രവാചകൻ സഹാബികളെ ആ രൂപത്തിൽ ഉണർത്താറുണ്ടായിരുന്നത് എന്ന്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബൈ, പ്രവാചകൻ എന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ഫഖാൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു സ്ട്രേഞ്ചറെ പോലെ, ഒരു അപരിചിതനെ പോലെ, ഒരു പരദേശിയെ പോലെ ആയിരിക്കണം. എല്ലാ കാലത്തും ഇവിടെ അക്കോമഡേഷൻ ഉണ്ട്, എവർലാസ്റ്റിംഗ് ആയി, ഇറ്റേണലായി, അനശ്വരമായി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് നീ വിചാരിക്കരുത്. ഗരീബ്, നീ ഒരു പരദേശിയെ പോലെ ആയിരിക്കണമെന്നാണ്. ഔ ആബിറു സബീൽ, അതല്ലെങ്കിൽ ഒരു വഴി മുറിച്ച് നടക്കുന്ന വഴിപോക്കനെ പോലെ ആയിരിക്കണം, റോഡ് മുറിച്ച് കടക്കുന്നവനെ പോലെ. വളരെ കുറഞ്ഞ ജീവിതം മാത്രമാണുള്ളത്. സ്ട്രേഞ്ചേഴ്സ്, പരദേശികൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിശ്ചിത കാലയളവ് തൻ്റെ കുടുംബത്തിന് തനിക്ക് വേണ്ട സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ജോലി, കാര്യം, വിഭവങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ്. ഇതൊരുക്കി കഴിഞ്ഞാൽ തിരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക്, അഥവാ നമ്മൾ ജനിച്ച നാട്ടിലേക്ക് വരിക, സെറ്റിലാകുക നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ആ പരദേശി, വിദേശി, പ്രവാസി അവിടെ ചെന്നുകൊണ്ട് അലക്ഷ്യമായി ജീവിക്കുകയാണ് എങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എങ്കിൽ, പിന്നെ തിരിച്ചു വരവ് ഏത് രൂപത്തിലായിരിക്കും, വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രവാസികളാണ് ഈ ഭൂമിയിൽ, നമ്മളൊക്കെ വിദേശികളാണ് ഈ ഭൂമിയിൽ. പരലോകത്തേക്കുള്ള പാതയെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കത്തിൽ വിഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ, പിന്നെ അവിടെ എത്തുന്ന സമയത്ത് കൈമലർത്തി കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന നിലക്കാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശം നൽകിയിട്ടുള്ളത്. വഴിയാത്രക്കാരനും അങ്ങനെ തൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ആ യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയോരങ്ങളിൽ കാണുന്ന ശബരിമലയിൽ കാഴ്ചയിൽ കണ്ണഞ്ചി ലക്ഷ്യം മറന്ന് നോക്കി നിൽക്കുകയാണ് എങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധ്യമല്ല. അതേപോലെയാകരുത് നമുക്ക് ലഭിക്കുന്ന മാസങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ, നിമിഷങ്ങൾ, അവസരങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ വിജയം വരിക്കാനും ആ ലക്ഷ്യ സാക്ഷാത്കാരം നേടിയെടുക്കാനും സാധിക്കണമെന്നാണ്. ആബിറു സബീൽ, നിങ്ങളൊരു വഴിപോക്കരെ പോലെയാണ്, വഴിയാത്രക്കാരെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഈ ഹദീസ്, ഈ ഉപദേശം ലഭിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഉപദേശത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, സഹാബികൾ അങ്ങനെയാണ്, അവർക്കൊരു തസ്കിയത്തിന്റെ, സംസ്കരണത്തിന്റെ ഉപദേശം പ്രവാചകന് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ആഡ് ചെയ്തുകൊണ്ട് സഹപ്രവർത്തകര്, കൂടെ ജീവിക്കുന്നവരെ, മറ്റുള്ളവർക്ക് ആ ഉപദേശത്തിന്റെ കനം അറിയിക്കുന്നതിന് വേണ്ടി അവരും പ്രത്യേക ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം. അങ്ങനെ വക്കാന ഇബ്നു ഉമർ യഖൂൽ, ഈ ഹദീസിനോട് ചേർത്ത് വെച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അംസൈത ഫലാ തൻതളിരി സബാഹ്, ഇദാ അംസൈത, നീ പ്രദോഷമായി കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഫലാ തൻതളിരി സബാഹ്, നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത് എന്നാണ്. രാവായി കഴിഞ്ഞാൽ നീ അടുത്ത പ്രഭാതവും എനിക്കുണ്ട്, എല്ലാം ശരിയാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ഒരു ദിനത്തെ പരലോകത്ത് രക്ഷപ്പെടാൻ വിശുദ്ധമായ വിശ്വാസവും ആത്മസംസ്കരണവും ഹൃദയവിശുദ്ധിയും അനുഷ്ഠാനമുറകളും പരലോകമോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തി ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പ്രഭാതങ്ങളെ കണ്ടുമുട്ടുന്ന ഉദാസീനത, അലസത ഒരിക്കലും നിന്നിൽ നിന്ന് വരരുത്. ഇദാ അംസൈത ഫലാ തൻതളിരി സബാഹ്, സായാഹ്നമായി കഴിഞ്ഞാൽ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന്. തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദ് മിനദ് ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങൾ നീ ശേഖരിച്ചു വെച്ചോ, സൽക്കർമ്മങ്ങൾ നീ സമ്പാദിച്ചു വെച്ചോ. ഫഇന്നക ലാ തദ്രി, നിനക്കൊരിക്കലും അറിയാനും പറയാനും സാധ്യമല്ല. ഇദാ ജന്ന ലൈലുൻ, രാത്രി അങ്ങ് മൂടിക്കഴിഞ്ഞാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, പ്രഭാതം വരെ, രാവിലെ വരെ ജീവിച്ചിരിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? ഈ റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടും നമുക്ക് ആ ബോധത്തിലേക്ക് വന്നു. ഓരോരുത്തരും മരണം എന്തൊക്കെ ഉറപ്പിച്ചിട്ടാ പോയത്, കാര്യങ്ങളൊക്കെ ഡീല് ചെയ്ത് എന്നിട്ട് രാത്രി ഉറങ്ങാൻ പോയതാ. പിറ്റേന്ന് ആ ഡീല് ചെയ്ത് കരാറിലേർപ്പെട്ട് ദൃഢനിശ്ചയം നടത്തിയ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആളില്ല. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് യാത്രയായിട്ടുണ്ട്. ഇനി മയ്യത്ത് സന്ദർശനാണ്, പേര് പോലും മാറ്റപ്പെട്ടിട്ടുണ്ട്. ഷെരീഫിനെടുത്തോ, സത്താറിനെടുത്തോ, മുഹമ്മദിനെടുത്തോ, ആയിഷാനെടുത്തോ, സൽമാനെടുത്തോ എന്നല്ല പറയല്, മയ്യത്തെടുത്തോ എന്ന, മയ്യത്ത് കുളിപ്പിച്ചോ എന്ന. എപ്പോഴാണ് മയ്യത്ത് നമസ്കാരം എന്നാണ്. ഇങ്ങനെ ഒരു ദിനം നമുക്കും വരാനുണ്ട് എന്നാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ, വഖുദും, അത് വൈദ അസ്ബഹത, ഇനി രാവിലെയായി കഴിഞ്ഞാലോ, പ്രഭാതമായി കഴിഞ്ഞാൽ, ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരം വരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കേണ്ട. നന്നാകാൻ, ഒന്നാകാൻ, മെച്ചപ്പെടുത്താൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ അങ്ങനെ സമയമുണ്ട് എന്ന് വിചാരിച്ച് നടക്കണ്ട. വൈദാ അസ്ബഹ്ത, രാവിലെ കിട്ടിയോ, ഫലാ തൻതളിരിൽ മസാ, വൈകുന്നേരത്തെ പിന്നെ കാത്തിരിക്കരുത്. എത്ര ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലിക്ക് വേണ്ടി. ഇപ്പൊ എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു. രാവിലെ പുറപ്പെട്ടവരാണ്, പക്ഷേ അവരുടെ ശരീരം ജീവനോടെ എത്തിയില്ലല്ലോ. പ്രഭാതത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ ചേതനയറ്റ മൃതദേഹമാണ് സായാഹ്നത്തിൽ പിന്നെ അവരുടെ വീടുകളിലേക്ക് എത്തിയത്. കുല്ലുംരീം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. കുല്ലുംരീം, എല്ലാ മനുഷ്യരും, അങ്ങനെ കുട്ടികൾ പിന്നെ സ്കൂളിലേക്ക്, കോളേജിലേക്ക്, നമ്മൾ ജോലി സ്ഥലങ്ങളിലേക്ക്, പല പല കാര്യങ്ങളിലേക്ക് അങ്ങനെ രാവിലെ ആയാൽ ഇറങ്ങിത്തിരിക്കുകയാണ്. വൽ മൗതു അദ്നാ, മരണമെന്ന് പറയുന്നത് മിൻ ശിറാക്കിൻ അലി, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ വളരെ സമീപത്തായി ഒട്ടി മരണം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ സാരോപദേശം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് നൽകിയിട്ടുള്ള വിശദീകരണം അതൊക്കെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഒരു വർഷം പിന്നിട്ട് 2026 എത്തി ഒരു പുനർവിചിന്തനം നടത്തി ഖബറിലേക്ക്, മരണത്തോടിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കലണ്ടറുകൾ മാറുമ്പോൾ ആയുസ് ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ സംഭരിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ദുനിയാവിന്റെ കൂടെ അതിന്റെ നിറങ്ങളിൽ
അതിൻ്റെ സബളിമയിൽ ലക്ഷ്യം മറന്ന് മുന്നോട്ട് പോവുകയാണോ? വഞ്ചിക്കപ്പെടുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല ദുനിയാവ് എന്ന് വിശുദ്ധ ഖുർആൻ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. യഅ്ലമൂ, നിങ്ങൾ അറിയണേ, നിങ്ങൾ പഠിക്കണേ, അന്നമൽ ഹയാത്തു ദുനിയ, ഈ ഐഹികം എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊക്കെ കുറെ കാലുണ്ട്. എല്ലാം സെറ്റിലാകാം, എല്ലാം ആസ്വദിക്കാം, അങ്ങനെ അർമാദിക്കാം, മുന്നോട്ട് പോകാം, നീക്കുപോക്കുകൾ നടത്താം, നന്നാകാൻ റമദാൻ വരുമ്പോ ഒന്ന് മെച്ചപ്പെട്ട് നന്നാകാം എന്ന കോലത്തിലൊക്കെ നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ചാണ് എങ്കിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് മീതെ അള്ളാഹ്ക്ക് ചില കാൽക്കുലേഷൻസ് ഉണ്ട്. നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം അള്ളാഹു കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുനിയാവിന്റെ നൈമിഷികത, ദുനിയാവിന്റെ നശ്വരത മനസ്സിലാക്കണം. ഒരു കളിയാണ്, വലഹുവുൻ വിനോദമാണ്, വസീനത്തുൻ അലങ്കാരമാണ്, തഫാഖുറുൻ പെരുമ നടിക്കലാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ പെരുമ നടിക്കലാണ് എന്ന് ഈ ആയത്തിന്റെ അവസാനത്തിലാണ് പറഞ്ഞത്. വമൽ ഹയാത്തു ദുനിയാ, ഈ ഐഹികം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, അത് വഞ്ചനയുടെ ചരക്കാണ് എന്നാണ്. ഏത് സമയത്ത് വിട പറയും, എല്ലാം റെഡിയായി, എല്ലാം ആസ്വദിച്ച് അതിന്റെ പൂർണ്ണതയിലെത്തി, എന്നിട്ട് പടച്ച റബ്ബിലേക്ക് യാത്രയാകാം, മരിച്ചു പിരിയാമെന്ന് നമ്മൾ വിചാരിക്കരുത്. എനി ടൈം എനിവേർ, ഏത് സമയത്തും എവിടെ വെച്ചും പിരിയാൻ പാകത്തിലുള്ള അനിശ്ചിതാവസ്ഥയുടെ പേരാണ് ഐഹികം, ദുനിയാവ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുർ, അൽഹാകുമുത് തക്കാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ജോലിയുടെ, കച്ചവടത്തിന്റെ, ബിസിനസിന്റെ, പഠനത്തിന്റെ പല മേഖലകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. എന്തിനെ തൊട്ട്? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ, മരണം വരെയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിട്ടേച്ചു പോവുകയാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ അധികമായി ഓർക്കേണ്ടത് മരണത്തെക്കുറിച്ചായിരിക്കണം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, അക്സിറു നിങ്ങൾ വർദ്ധിപ്പിക്കണേ, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും എല്ലാ സൗകര്യങ്ങളെയും എല്ലാ ജീവിത വ്യവഹാരങ്ങളെയും തകർത്ത് കളയുന്ന, നിഷ്പ്രഭമാക്കി കളയുന്ന, ഒന്നുമല്ലാതാക്കി കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണേ എന്ന് പറയാൻ. വലിയ പാടാ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ, എല്ലാം വിട്ടേച്ചു പോവുകയല്ലേ. കിടന്നുറങ്ങിയ വീടും സ്ഥലവും യാത്ര ചെയ്ത വാഹനങ്ങളും നമ്മുടെ ഏക്കറും അതേപോലെ തന്നെ പണവും അസറ്റും സമ്പത്തും എല്ലാത്തിനെയും ബന്ധുക്കളെയും എല്ലാവരെയും വിട്ടേച്ചു കൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് വരാനുണ്ട്. മയ്യത്തിന്റെ കട്ടിൽ പിടിച്ച് പോകുന്ന സമയത്ത് പറയാതെ ആ മയ്യത്ത് കട്ടിൽ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫഅലം, അല്ലയോ വഹിക്കുന്ന മനുഷ്യ, നീ അറിയണം, ബഅദഹ മഹ്മൂലു, ഇതിനുശേഷം ഇതേ കട്ടിലിൽ നീയും വഹിക്കപ്പെടാനുള്ളവരാണ് നീ എന്ന്. പത്രകോളങ്ങളിൽ പല ആക്സിഡന്റുകളും അപകടങ്ങളും മരണവാർത്തകളും വായിക്കും. നമ്മെക്കുറിച്ച്, നമ്മൾ മരിച്ചതിനെ സംബന്ധിച്ച് അങ്ങനെ വായിക്കപ്പെടുകയില്ല എന്ന് എന്ത് ഉറപ്പാ നമുക്കുള്ളത്? അതുകൊണ്ട് മരിച്ചു പിരിയുമ്പോൾ സമാധാനത്തോടു കൂടി മരിച്ചു പിരിയാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിൽ 27 മുതൽ 30 വരെയുള്ള സൂക്തങ്ങളുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവ്, സത്യവിശ്വാസികൾ, യാ അയ്യഹ്തു, വിശ്വാസികളോട് പറയാ, വിശ്വാസികളുടെ ആത്മാവ്, സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ ആത്മാവ്, അന്തസ്സുള്ള ആത്മസംസ്കരണം സിദ്ധിച്ച ആത്മാക്കൾക്ക് ലഭിക്കുന്ന വരവേൽക്കൽ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ട് ഇവിടെയും തൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. വദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. മരിച്ചു പിരിയുമ്പോൾ ഈ ആഹ്വാനമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അത് ലഭിച്ചവർ അനുഗ്രഹീതരാണ്. അതിനുവേണ്ടി പണിയെടുക്കുന്നവർ യഥാർത്ഥ ബുദ്ധിശാലികളുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരാണ് കയ്യിസ്, ബുദ്ധിമാൻ എന്ന് പറയുന്നത്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻ ദാന നഫ്സഹു, തൻ്റെ ഇച്ഛകൾ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ആർത്തികൾ എല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി, വഅമില ലിമാ ബഅദൽ മൗത്ത്, അനശ്വരമായ, നിഷേധ്യമായ, അലംഘനീയമായ, അവസാനിക്കാത്ത പരലോക ജീവിത വിജയത്തിന് വേണ്ടി വിവേകത്തോടെ വിശുദ്ധിയോടെ വർക്കൗട്ട് ചെയ്യുന്നവനാണ്, അധ്വാനിക്കുന്നവനാണ്, കരുക്കൾ നീക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത്.
മരിച്ചു വിരിഞ്ഞവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ദുനിയാവിൻ്റെ ഒന്നുമില്ലല്ലോ. അവർക്ക് എന്താ ഉള്ളത്? പരലോകത്തേക്ക് വേണ്ടി ചെയ്തത് മാത്രമേ അവർക്കുള്ളൂ. അതല്ലേ യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത്. പരലോകമാണെങ്കിലോ 87-ാം അധ്യായം സൂറത്തുൽ അഅല, പെരുന്നാൾ നമസ്കാരങ്ങളിൽ, ജുമാ നമസ്കാരങ്ങളിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള സൂറത്തുൽ അഅലയിലൂടെ ആവർത്തിച്ച് അള്ളാഹ് നമ്മെ ഓർമ്മപ്പെടുത്തി, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിനോടാണ് നിങ്ങൾ എപ്പോഴും ആഭിമുഖ്യം കാണിക്കുന്നത്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നാൽ പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നത്, എന്നെന്നും നിലനിൽക്കുന്നത് എന്ന് പറയാ. പ്രവാചകൻ അവിടുത്തെ ഹദീസിലൂടെ ദുനിയാവും പരലോകവും സ്വർഗവും തമ്മിൽ താരതമ്യം ചെയ്തത്, നിങ്ങൾ കടൽ കൈവിരൽ മുക്കിയെടുത്ത് ആ വിരലിന്റെ തലപ്പത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ജലഗണമുണ്ടല്ലോ, ആ ജലഗണമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ബാക്കി ജലാശയം പാരാവാരം പരലോകത്തിന് സ്വർഗത്തിന് സമാനമാണ് എന്ന്. കടലിൽ വിരൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ വിരൽ തലപ്പിൽ തങ്ങി നിൽക്കുന്ന ആ കണികക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും പ്രവാചകൻ പറഞ്ഞപ്പോൾ 100% അള്ളാഹിന്റെ കാരുണ്യത്തെ ഡിവൈഡ് ചെയ്താൽ 1% ഈ ഭൂമിയിലുള്ളത്, ഈ ലോകത്തുള്ളത്. 99% ഇറ്റേണൽ ലൈഫ്, പരലോകത്തേക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ഈ 1% വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, സമ്പത്ത് ചെലവഴിക്കുന്നു, സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പല രൂപത്തിലുള്ള എഫേർട്ടുകൾ, അധ്വാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ 99% ആ കാരുണ്യത്തിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ത് ആസൂത്രണമാണ് നമ്മുടെ പക്കലുള്ളത് എന്ന് തീർച്ചയായും ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് മോക്ഷം ലഭിക്കുന്ന, സ്വർഗം നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നേടിയെടുക്കുന്ന അടിയാറുകളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വയോജനങ്ങളിൽ അഥവാ പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മുമ്പ് പ്രായം ചെന്നവരെ പരിഗണിക്കേണ്ടത്, പിന്നെ അതിനുശേഷം പ്രായം ചെന്ന ആളുകൾ ജീവിതത്തിൻ്റെ സായാഹ്ന സമയത്ത് ധാർമ്മിക സദാചാര മൂല്യങ്ങൾ അതിൽ നിന്ന് തെന്നിമാറി രണ്ട് ലോകത്തും വലിയ നഷ്ടം, നാണമുണ്ടാക്കി തീർത്ത് വിട പറയുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അപ്പോൾ ധാർമ്മിക രംഗത്തുള്ള മൂല്യശോഷണം, അതിൽ നിന്ന് രക്ഷയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം. അതിൻ്റെ കൂടെ തന്നെ സാമ്പത്തിക രംഗത്തും നമുക്കറിയാം, അത് ഈ ഏത് പ്രായത്തിലുള്ളവരായിരുന്നാലും വിശ്വാസികൾ എന്ന നിലക്ക് ഈ പറയാൻ പോകുന്ന 2-3 കാര്യങ്ങളിൽ പ്രായഭേദമന്യേ നമ്മൾ ജാഗ്രതാകണം, സൂക്ഷ്മതയുള്ളവരാകണം, ധർമ്മനിഷ്ഠ പാലിക്കണം, സംസ്കരണമുള്ളവരാകണം, സംസ്കാരം കാത്തു സൂക്ഷിക്കണം, ദീനിൻ്റെ വിധിവിലക്കുകളോട് വിധേയപ്പെട്ടിരിക്കണം. പക്ഷേ എങ്കിലും പ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകിക്കഴിഞ്ഞാൽ ഹസുന അമലുഹു, കർമ്മങ്ങൾ നന്നാകണം. അപ്പോഴേ ആയുഷ് ദൈർഘ്യം ലഭിച്ചതുകൊണ്ട് 2 ലോകത്തും ഗുണമുണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റു ചില ആളുകൾ പ്രായം കൂടുതലുണ്ടാകും, അവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവർ ജീവിക്കുന്ന കുടുംബവും സമൂഹവും അയൽപ്പക്കങ്ങളും അതേപോലെ തന്നെ അവർക്ക് തന്നെയും 2 ലോകത്തും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലുമാകും. അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ സാമ്പത്തിക രംഗത്ത് പ്രായമെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷെ പ്രായമായ ആളുകൾ, കാരണം ഓർമ്മക്കുറവ് വരും, അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങളൊക്കെ വരും. പിന്നീട് പരിഹരിക്കാനുള്ള ആയുസ് ദൈർഘ്യം ലഭിക്കുമോ എന്ന് പറയാനും സാധ്യമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കടവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ അത് കൃത്യമായി എഴുതി വെക്കണം, ഭാര്യ അറിയിക്കണം, മക്കളെ അറിയിക്കണം. പല പ്രായം ചെന്ന ആളുകൾ ഇനിയും ടൈമുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അതിൽ വലിയ ശ്രദ്ധ കാണിക്കാറില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുദ്ദൈൻ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആയത്താണ്. വിശുദ്ധ ഖുർആനിലെ 282-ാമത്തെ ആയത്തുദ്ദൈൻ സൂറത്തുൽ ബഖറയിലേത്. ഒരു പേജ് മുഴുക്കെ കടമിടപാടിനെ കുറിച്ച് പറയാൻ. അപ്പം അതിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. മയ്യത്ത് വരുമ്പോൾ പ്രവാചകൻ ആദ്യം ചോദിക്കും കട ഉണ്ടോന്നാ.
കടണ്ട് എങ്കിൽ അത് ഒന്നുകിൽ പ്രവാചകന്റെ അടുത്ത് അതിനുള്ള വകുപ്പുണ്ടെങ്കിൽ പ്രവാചകൻ ഏറ്റെടുക്കും, എന്നിട്ട് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കും. ഒരിക്കൽ 2 മയ്യത്ത് ഒരുമിച്ച് വന്നപ്പോൾ ആദ്യത്തേത് പ്രവാചകൻ ഏറ്റെടുത്ത് പരിഹരിച്ചു. രണ്ടാമത്തേത് പരിഹരിക്കാനുള്ള 2 ദിർഹോ അങ്ങനെയൊക്കെയാണ് ഹദീസിൽ 2-3 ദിർഹ ഉള്ളത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു പിന്നെ കടണ്ടല്ലേ. അപ്പോൾ പ്രവാചകൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുകയാണ്. അപ്പൊ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാം, അന തഹമ്മലു ദൈനഹു, പ്രവാചകരെ അദ്ദേഹത്തിന്റെ കട ഞാൻ ഏറ്റെടുക്കുകയാണ്, 2 ദിർഹം അല്ലെങ്കിൽ 2 ദിനാർ, ഞാനത് ഏറ്റെടുക്കുകയാണ് എന്ന് പറയാൻ. അപ്പൊ വീണ്ടും ചോദിക്കാൻ, നീ അത് ഏറ്റെടുത്തോ? ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രവാചകൻ മയ്യത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയെന്ന് ചോദിച്ചു, എന്തായി, കടം വീട്ടിയോ? ഇല്ല റസൂലെ, ഞാൻ അതിനുള്ള ഒരുക്കങ്ങളിലാണ്, അത് ഉടനെ വീട്ടുമെന്ന് പറയാൻ. വീണ്ടും പിറ്റേ ദിവസം കണ്ടു. അങ്ങനെ പ്രവാചകൻ ചോദിച്ചപ്പോൾ അത് വീട്ടി എന്നാണ്. ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞത്, ഇപ്പോഴാണ് ആ കടത്തിന്റെ ചൂടിൽ നിന്ന് ആ മയ്യത്ത് രക്ഷപ്പെട്ടത്, സുരക്ഷിതമായി തീർന്നത് എന്ന്. അൻ അബീ ഹുറൈറത ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സുൽ മുഅ്മിനി, ഒരു വിശ്വാസിയുടെ ആത്മാവ്, മുഅല്ലഖതും ബിദൈനിഹി, കടവുമായി ബന്ധിക്കപ്പെട്ടതാണ്. മരിച്ചു കഴിഞ്ഞാൽ കടവുമായി ബന്ധിക്കപ്പെട്ടതാണ്. ഹത്താ യുഖ്ളാ അൻഹു, അത് വീട്ടപ്പെടുന്നത് വരെ കടവുമായി ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാ. മൻ ഫാറഖ ദുനിയ, ആരാണോ ഈ ദുനിയാവിനോട് വേർപെട്ടു പോകുന്നത്, വഹുവ ബരീഉം മിനദ്ദൈൻ, കടത്തിൽ നിന്ന് സുരക്ഷിതനായിരിക്കെ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്. മറ്റെന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കടമുണ്ട് എങ്കിൽ അതിൽ പരിഹാരമുണ്ടായതിനു ശേഷമേ നമുക്ക് സ്വർഗപ്രവേശനമുള്ളൂ, ബർസഖിയായ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുകയുമുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മക്കൾ ഏറ്റെടുക്കല്ലോ, വേണ്ടപ്പെട്ടവർ അനൗൺസ് ചെയ്യുമല്ലോ എന്ന്. അതൊക്കെ ഒരു ഫോർമാലിറ്റിയാണ്. അത് നമ്മൾ പറയാറുണ്ടല്ലോ, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകും, പാപ്പ അങ്ങനെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളാണ്, അല്ലെ, അതുകൊണ്ട് സാമ്പത്തിക ഇടപാടൊക്കെ നടത്തിയിട്ടുണ്ടാകും. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ മക്കളായ ഞങ്ങളുമായിട്ട്, ഗഫൂർ ഇവിടെ ഉണ്ട്, ഷെരീഫ് ഇവിടെ ഉണ്ട്, മക്കളായ ഞങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം എന്നാണ്. അപ്പൊ തന്നെ ബാക്കെന്ന് പറയാതെ പറയുണ്ടായിരിക്കും, ഷെരീഫ് ഇയ്യാ തരാനുള്ള 50,000 കാട്ടടാ, വാപ്പ തരാനുള്ള 50,000 ഞങ്ങൾ വിട്ടുകൊടുക്കുക, ഇയ്യ് തരാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കുന്ന. വാപ്പാനെക്കാട്ടിയും മക്കൾ വലിയ കടം വാങ്ങി വെച്ചിട്ടുണ്ടാകും, എന്നിട്ടാണ് വാപ്പാന്റെ കട അവർ ഏറ്റെടുക്കൽ. അപ്പോൾ മരിച്ചു വിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നതിന്റെ കോലം അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ട് നമ്മളത് എഴുതി വെക്കണം കൃത്യമായിട്ട്. അനന്തര സ്വത്ത് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ മേൽ ബാധ്യതപ്പെട്ടതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് അനന്തര സ്വത്ത് വിഭജിക്കപ്പെടാൻ പാടുള്ള വസിയത്ത് കൊടുത്തിരിക്കണം. ആ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, സാമ്പത്തിക രംഗത്ത് വരുന്ന ചുതിയിൽ നമുക്കറിയാം, പലിശക്ക് പണം കൊടുക്കുന്ന ആളുകൾ സമ്പന്നരായ പ്രായം ചെന്നവരാണ്. ഇനി എങ്ങോട്ടാണ്? ആർത്തിയിൽ ചില ആളുകൾ പറയാറുണ്ട്, പിന്നെ ആജ്യരാണ്, പക്ഷെ പലിശക്ക് പണം കൊടുക്കുന്ന 10,000 കടം കൊടുത്തിട്ടുണ്ടാകും, വാങ്ങുമ്പോൾ 11,000 വാങ്ങാൻ. എവിടേക്കാണിത്? പ്രവാചകൻ പറഞ്ഞല്ലോ, മണ്ണല്ലാതെ മനുഷ്യന്റെ വായ നിറക്കൂല, ആർത്തി നിറക്കൂല എന്നാണ്. ഈ ഹറാമും കലർത്തിയിട്ട് എവിടേക്കാ യാത്ര പോകാനിരിക്കുന്നത്? ബർസഖിലേക്കാണോ? വേണ്ട. ഒരാളെടുത്തുനിന്നും കൊടുത്തതിന് 10 രൂപ അധികം, 1000 രൂപ അധികം വാങ്ങിയിട്ട് ചൂഷണം ചെയ്യാൻ പാടില്ല. പലിശ ആ രൂപത്തിൽ. അപ്പോൾ സമ്പന്നരായിട്ടുള്ളവരും സമ്പത്ത് കൊടുക്കുന്നവരും അതിൽ പ്രായം ചെന്ന ആളുകളിലും ഇത്തരത്തിൽ സാമ്പത്തിക രംഗത്ത് ധാർമ്മിക ശോഷണം സംഭവിക്കുന്നു എങ്കിൽ നമ്മളത് തിരുത്തിക്കോളണം. അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ഉത്ബോധനം കൊടുക്കണം. മൂന്നാമത്തേത്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പ്രായം ചെന്ന ആളുകൾ പലരും മറച്ചു വെക്കും. മക്കളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പിണക്കുണ്ടായിരിക്കും, എന്നിട്ട് അവരോട് പറയില്ല. പല അക്കൗണ്ടുകളിലും ഉണ്ടാകും. അതേപോലെ പല അസറ്റും ഉണ്ടാകും, ഭാര്യയോടും ചിലപ്പം പറയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് ഉള്ളത് അതൊക്കെ ആ പ്രായത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുറന്നു പറയണം. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ രക്തമല്ലേ, നമ്മുടെ ഇണയല്ലേ, നമ്മുടെ ബന്ധുക്കളല്ലേ, ആർക്കെങ്കിലും എന്തിനാ നമ്മൾ സമ്പത്ത് കൊടുക്കുന്നത്? നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചു നോക്കൂ. അൺക്ലൈംഡ് അക്കൗണ്ട് ആയിട്ട് കോടിക്കണക്കിന് രൂപ ആരുടേതാണ് എന്നറിയാതെ അങ്ങനെ കിടക്കുന്നുണ്ട് എന്നാണ് പല അക്കൗണ്ടുകളിലും. അതിൽ നമ്മുടെ സമ്പത്ത് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് വിരുദ്ധമായ പ്രവർത്തനത്തിന് തന്നെ ആ സമ്പത്ത് ചിലവഴിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അൺക്ലൈംഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ട് വരവ് വെക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, പാപ്പാക്ക് SBIയിൽ മാത്രമല്ല കേട്ടോ, ഇന്ന ബാങ്കിൽ കൂടി അക്കൗണ്ട് ഉണ്ട്, പാപ്പാക്ക് ഇന്ന അസറ്റ് മാത്രമല്ല കേട്ടോ, ഇന്ന സ്ഥലത്തുണ്ട്. അപ്പൊ അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ശേഷമുള്ളവർക്ക് മാന്യമായി ജീവിക്കാൻ പാകത്തിൽ അതൊക്കെ വിട്ടുകൊടുക്കുക എന്നുള്ളതാ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് ഖബറിലേക്ക് ഇത് കൊണ്ടുപോകുക? ഒരു തുണിക്കഷ്ണവുമായി മടങ്ങുന്നു എന്നതല്ലാതെ ഒന്നും നമ്മൾ കൊണ്ടുപോവുകയില്ല. അപ്പൊ അതുകൊണ്ട് പ്രായമായ ആളുകൾ, അതല്ലാത്തവരുമൊക്കെ, പിന്നെ മുമ്പത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ സമ്പത്തിനോട് അടക്കിപ്പിടിച്ച് നിൽക്കല്ല പ്രായക്കായിലെ. ഇനി അവസാനം മരിച്ചു കഴിഞ്ഞാലും തുക്തബ് ആസാറുക്കും ദിയാറുക്കും, മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം
നമുക്ക് ലഭിക്കാൻ പാകത്തിലുള്ള കർമ്മങ്ങൾ നീക്കിവെച്ച് വഖഫ്, സ്വതക്ക ജാരിയ ഇതൊക്കെ നീക്കിവെച്ചുകൊണ്ട് മരിച്ചു വരിക. അതിനാണ് സുലൈമാൻ അർ-റാജിയുടെ ഉദാഹരണം. 90 വയസ്സ് പിന്നിട്ട അൽ ഖസീം സ്വദേശി സുലൈമാൻ അർ-റാജി 2 ലക്ഷം ഈത്തപ്പന പ്രതിവർഷം 10,000 ടൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 40ലധികം ഇനങ്ങളുള്ള ഈത്തപ്പനത്തോട്ടം അള്ളാന്റെ മാർഗത്തിലെ വഖഫ് ചെയ്തത് എന്തിനു വേണ്ടിയാ? മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ സ്വതക്കയും സ്വതക്കാ ജാരിയും വഖഫും ഒക്കെയാണ് പ്രായം ചെന്ന അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ വീണ്ടും പലിശ വാങ്ങലും അതേപോലെ തന്നെ കൃത്രിമത്വം കാണിക്കലും സമ്പത്ത് മറച്ചു വെക്കലും അങ്ങനെ സക്കാത്തിലും സമ്പത്തിലുമൊക്കെ മഹലിനെയും മക്കളെയും കൂടെ കിടക്കുന്നവരെയും ഭാര്യയെയും ഇണകളെയും ഒക്കെ പറ്റിച്ചു മുന്നോട്ട് പോയി എല്ലാം തനിക്ക് ആസ്വദിക്കാം എന്ന് പറയുന്നതൊക്കെ വ്യർത്ഥമാണ്, വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അതിലും നമ്മൾ വിവേകം കാണിക്കണം. സാമ്പത്തിക രംഗത്തും വിശുദ്ധി കൈവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ നൽകിയ നശ്വരമായ ആയുസ് കൊണ്ട് അനശ്വരമായ ജീവിതത്തിലേക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് പാതയം ഒരുക്കുന്ന പക്വമതികളിൽ, മുത്തഖീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അപാകതകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റബ്ബേ. അറിവ് ലഭിച്ച വിഷയത്തെ കർമ്മങ്ങളാക്കി തീർക്കുവാനുള്ള തഖ്വ, ധർമ്മനിഷ്ഠ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ നാഥ. അല്ലാഹുവേ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫറത്ത് നൽകണമേ നാഥ. ഒരു കുടുംബത്തിൽ 4 മക്കൾ മരിച്ചു വരുന്ന അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് നീ സഹനം നൽകണമേ നാഥ. ആ മക്കളെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ റബ്ബേ. അവരോടൊപ്പം ആ മാതാപിതാക്കൾക്ക് സ്വർഗപ്രവേശനം നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട വേണ്ടപ്പെട്ടവർക്ക് നീ ബർസഖിയായ ജീവിതത്തിൽ സ്വർഗീയ അനുഭൂതി നൽകണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നീ സഫലമാക്കി തരണമേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.